ഇന്ന് മന്നം ജയന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറേ ജോലികളുണ്ടായിരിക്കും എനിക്ക് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം വീട് വൃത്തിയാക്കൽ, മുറ്റത്തിറങ്ങൽ, ചെടിയുടെ കാര്യങ്ങൾ, പച്ചക്കറി നടൽ, പറിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഉമ്മേൻ്റെ അടുത്തേക്ക് പോകാനുണ്ട്. പിന്നെ അമ്മായി സുഖമില്ലാണ്ടിരിക്കുന്നുണ്ട്, അമ്മായിനെ കാണാൻ പോകാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ള പ്രോഗ്രാമാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഈ കുവ പറിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മരുന്ന് കുക ഉണ്ടല്ലോ, 2 തരം കുകയുണ്ട്. 2 കുക ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊടി ആക്കുന്ന 2 തരം കുകയുണ്ട്. ഇത് മരുന്ന് കുകയാണ്. നമുക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന പൊടി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന കുകയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ നട്ടതായിരുന്നു, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വേരിറങ്ങി പോയിട്ട് നന്നായിട്ട് കിഴങ്ങുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മറ്റേ സാധാരണ കുക ചെയ്യുന്ന പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നമ്മൾ കൃഷി ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. മറ്റേ എന്താണ് വീട്ടിലുണ്ടാകുന്ന കുക നമ്മൾ എപ്പോഴും പറിക്കലുണ്ട്. അത് മിക്സിയിൽ അരച്ച് നമ്മൾ പൊടിയാക്കി വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നോമ്പ് കാലമായാൽ തരിക്കഞ്ഞിക്ക് പകരം അത് കാച്ചി കുറുക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പൊടിയൊക്കെ ഉണക്കി എടുത്ത് വെക്കാറൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് അത്ര ഇതും ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. പൊടി നമ്മളെപ്പോഴും കടയിൽ നിന്ന് സാധാരണ വാങ്ങിക്കാറാണ്. അപ്പം ഇത്തവണ അത് കൃഷി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാകെ 3-4 തടം ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടോ. ഭയങ്കര സന്തോഷം, നല്ല സ്മെല്ലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ വിത്തും തരാം കേട്ടോ. അപ്പോൾ ഞാനതാ മുഴുവനായിട്ട് നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേർതിരിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ജസ്റ്റ് 2 ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ച് പൊടിയാക്കി എടുക്കണം. മിക്സിയിൽ അരച്ചിട്ട് അത് കലക്കി വെക്കണം. എന്നിട്ട് 3-4 തവണ നമ്മളതിൻ്റെ വെള്ളം മാറ്റി കട്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കൊന്നത് പൊടിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പൊടിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിലും പിന്നെ അടിവയറ്റിലുള്ള വേദന, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു മരുന്നാണ് ഇട്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാരൊക്കെ വീട്ടിൽ തന്നെ, മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഒന്നും ആരും ഉണ്ടാക്കാറില്ല. നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങണം. ഇവിടെ ഞാൻ വാങ്ങിക്കുന്നത് 1 കിലോ പൊടിക്ക് 1000 രൂപയോളം വരുന്നുണ്ട്. അത്രയും ആണ് കേട്ടോ. വളരെ റേറ്റ് കൂടിയൊരു സാധനം. നല്ല വിലയുണ്ട് ഇതിൻ്റെ ഈ കായ്ക്കാണെങ്കിലും ഇഞ്ചിക്കാണെങ്കിലും വില ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ശരിയാക്കുമ്പം ഷേഹിം ഷാദും ഒക്കെ കൂടെ വന്ന് അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ഫ്രീ ആണല്ലോ, സ്കൂളില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയ്ക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയ്ക്ക് കയറാനും ചോറും കറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ആ സമയം കിട്ടിയില്ല. അതേതായാലും പിന്നീട് കാണിക്കട്ടെ. അപ്പം ഞാൻ പറയാം അതേതാണ് വീഡിയോ എന്നത്. വീഡിയോ ചെയ്യുമ്പോൾ ഇതായിരുന്നു എന്നും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിത്താണ്. ഇത് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും ഒന്നും കൂടി അവിടെ തന്നെ മണ്ണ് കളച്ചിട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി നടണം. അപ്പോൾ 1-2 മാറ്റി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറിച്ച കുവ, മരുന്ന് കുക. നല്ല നാടൻ കുകയല്ല, മരുന്ന് കുക. അങ്ങനെ ഇതിൻ്റെ വിത്തുകളാണ് ഇതിട്ട് ഞാൻ 2-3 എടുത്തിട്ടൊന്ന് വീണ്ടും നമ്മൾ നട്ട സ്ഥലത്ത് തന്നെ ഒന്നുകൂടെ നട്ട് നോക്കുകയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് നട്ട് പോയാൽ മതി. അങ്ങനെ നനയ്ക്കുക, അതിന് പരിപോഷിക്കൊന്നും വേണ്ട. അത് സ്വയം അങ്ങ് മുളച്ച് വന്ന് ഉണ്ടായിക്കോളും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അവിടെ അപ്പുറത്ത് മുളകുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരെ നനയ്ക്കുമ്പോഴും ഞാൻ അതും കൂടെ നനയ്ക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ 2-3 വിത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ നട്ട് വെക്കുന്നുണ്ട് അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.